ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് കൊമേഴ്സ് നോളജ് J7. ഇത് ഒരു 20 ഡേ ഫ്രീ ക്രാഷ് കോഴ്സാണ് UGC നെറ്റിന് വേണ്ടിയിട്ടുള്ള. അതിൽ ഹയർ എഡ്യൂക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. 2 വരെ ഹയർ എഡ്യൂക്കേഷൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതും അതിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ question. Before moving the question to the question, നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു സിലബസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളിത് കവർ ചെയ്തോ ഏതൊരു കാര്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അല്ലാത്ത സിലബസ് എന്ത് ചെയ്യണം, ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is correct about Wood's dispatch? വുഡ്സ് ഡിസ്പാച്ച് എന്നുള്ളതുമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. നോൺ ആസ് ദ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് ഓർ പോസ്റ്റ് വാർ എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. രണ്ട്, നോൺ ആസ് ദ മാഗ്ന കാർത്ത ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. കോഡ്സ് ആണ് തന്നിട്ടുള്ളത്. ഓൺലി 1, ഓൺലി 2, ബോത്ത് 1 and 2, either 1 or 2. 4 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഏതാണ് ഒന്നും നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് ഒന്ന് ഗസ് ചെയ്യുക, മനസ്സിലൊന്ന് ഗസ് ചെയ്യുക, ഒന്ന് പോസ് ചെയ്തിട്ട് ഗസ് ചെയ്യുക. അത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. നമ്മൾ പഠിച്ചത് ഏതുവരെ എത്തി, അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, ഏതാണ് ആൻസർ? ബി ആണ്. മാഗ്ന കാർത്ത ഓഫ് ഇന്ത്യ എന്നാണ് വുഡ്സ് ഡിസ്പാച്ചിനെ അറിയപ്പെടുന്നത്. വുഡ്സ് ഡിസ്പാച്ച് മാഗ്ന കാർത്ത ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. മാഗ്ന കാർത്ത എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ ഓഫ് റൂളൊക്കെ എന്ന് പറയുന്നതാണ് മാഗ്ന കാർത്ത എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ? റൂസ, നമ്മൾ കോളേജുകളുടെ ഒക്കെ കാണാറുണ്ട്, ബോർഡിലൊക്കെ കാണാറുണ്ട് റൂസ കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്നുള്ള, റൂസേൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളതാണ്. First one, to improve the overall quality of state institution, to ensure adequate availability of quality faculty. Third one, to create new institutions through upgradation of existing autonomous colleges. Fourth one, to downgrade universities with a poor infrastructure into autonomous colleges. നമുക്ക് ഓപ്ഷൻസ് തരുന്ന സമയത്ത് എല്ലാ ഓപ്ഷൻസും കറക്റ്റായിട്ട് തോന്നും. അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതും കറക്റ്റ് ആയിട്ടുള്ളതും പിക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ് ഓപ്ഷൻസിൽ? ഇത് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് വരാം. ഇതിൽ കോഡുകളാണ്. 4 കോഡുകളുണ്ട്. 1, 2, 3 and 4 ഉള്ളതുണ്ട്. സെക്കൻഡ് കോഡ് എന്ന് പറഞ്ഞാൽ 1, 2 and 3 ആണ്. തേർഡ് കോഡ് 1, 3 and 4 ആണ്. ഫോർത്ത് 1, 3 and 4 ആണ്. വിച്ച് ഇസ് ദ റൈറ്റ് ആൻസർ ഇസ് ബി. ബി ആണ് റൈറ്റ് ആൻസർ. ബിയിൽ ഏതൊക്കെയാണ്? 1, 3, 2 and 3 ആണുള്ളത്. അപ്പോൾ 4 ഒഴിച്ചിട്ടുള്ള ബാക്കി 3 ഓപ്ഷൻസും ആണ് കറക്റ്റുള്ളത്. അതാണ് റൂൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും തരുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിക്കുക എന്നുള്ളതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം പഠിച്ചു വെക്കുക എന്നുള്ളതിന് അപ്പുറത്ത് റൂസേനെ പറ്റി പഠിക്കാം, റൂസേനെ ഫുൾ ഫോം പഠിക്കാം, ആ റൂസേനെ ഒബ്ജക്റ്റീവ്സ് പഠിക്കാം. 3 ഒബ്ജക്റ്റീവ്സ് പഠിക്കാനായി. അപ്പോൾ ആ ഒരു ലെവലിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, എഡ്യൂക്കേഷൻ ഈസ് എ പാർട്ട് ഓഫ്. എഡ്യൂക്കേഷൻ ഏതിൻ്റെ ഭാഗമാണെന്നാണ് ചോദിക്കുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ബോത്ത് എ ആൻഡ് സി. ഏതാണ് എഡ്യൂക്കേഷൻ ഈസ് എ പാർട്ട് ഓഫ്? ആൻസർ കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റിലെ 7th ഷെഡ്യൂളിലാണ് എഡ്യൂക്കേഷനെ പറ്റി പറയുന്നത്. അതിൽ ഒരുപാട് വേറെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പ്ലാറ്റ്ഫോം ഫോർ മൂക്ക്? മൂക്ക് എന്നുള്ളത് എന്താണ്? മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സാണ്. മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സാണ്. ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള, നമ്മൾ എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ പ്ലാറ്റ്ഫോംസ് ആണ് ഏതൊക്കെയാണ്? EDX, Coursera, Udacity, NTA ഓപ്ഷൻസ് ആണ്. ഏതാണ്? EDX, Coursera, Udacity. അത് രണ്ടും അതിൻ്റെ പ്ലാറ്റ്ഫോമാണ്. പക്ഷേ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്തെല്ലാം മൂക്കിൻ്റെ ഭാഗമല്ല, മൂക്കിൻ്റെ പ്ലാറ്റ്ഫോം അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് 5th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാരാമീറ്റർ യൂസ്ഡ് ബൈ NIRF? എന്താണ് NIRF? എന്താണ് NIRF എന്ന് പറയുന്നത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്കാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്കാണ്. അതെന്താണ് ചെയ്യുന്നത്?
അത് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റാങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ബേസിൽ ഓരോ ഇയറിലും എന്ത് ചെയ്യാറുണ്ട്, റാങ്കിങ് അനുസരിച്ച് ടോപ്പ് ലിസ്റ്റിൽ വരുന്ന യൂണിവേഴ്സിറ്റീസിനെ അവർ ചെയ്യാറുണ്ട്, പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ലാസ്റ്റ് ഇയറിലൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഇവരുടെ പാരാമീറ്റർ, ഇവരുടെ റാങ്കിങ്ങിൻ്റെ പാരാമീറ്റർ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ടീച്ചിങ്, ലേണിംഗ് ആൻഡ് റിസോഴ്സസ്, സെക്കൻഡ് വൺ ഗ്രാജുവേഷൻ ഔട്ട്കം, റിസർച്ച്, തേർഡ് വൺ റിസർച്ച് ആൻഡ് പ്രൊഫഷണൽ പ്രാക്ടീസ്, ഡി എമിനൻസ് സ്റ്റാറ്റസ്. ഫസ്റ്റ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആൻഡ് റിസോഴ്സസ് ഒബ്വിയസ്ലി ഉണ്ടാകും. ഗ്രാജുവേഷൻ ഔട്ട്കമും റിസർച്ച് ആൻഡ് പ്രൊഫഷണൽ പ്രാക്ടീസും ഒക്കെ NIRF ൻ്റെ പാരാമീറ്ററാണ്. പക്ഷേ എമിനൻസ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രസ്റ്റീജിയസ് അല്ലെങ്കിൽ ഒരു സുപ്പീരിയോറിറ്റീൻ്റെ മാറ്ററാണ്, സുപ്പീരിയോറിറ്റി പൊസിഷനെയാണ് അത് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതല്ലാത്ത ബാക്കി 3 NIRFൻ്റെ പാരാമീറ്ററിൽ വരുന്നതാണ്, റാങ്കിങ് പാരാമീറ്ററിൽ വരുന്നതാണ്. ലെറ്റ്സ് മൂവ് ടു അനദർ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് വൺ, ഫണ്ടമെന്റൽ റൈറ്റ്സ് കനോട്ട് ബി സസ്പെൻഡഡ് ഡ്യൂറിങ് എമർജൻസി. എന്താണ് പറയുന്നത്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമ്മുടെ സാധാരണ ജനങ്ങൾക്കുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് എമർജൻസീൻ്റെ സമയത്ത് സസ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതാണ് ഫസ്റ്റത്തെ. നെക്സ്റ്റ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിജിഡ് ആസ് വെൽ ആസ് ഫ്ലെക്സിബിൾ. ഏതാണ് ആൻസർ? ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻസ് എന്നാലും നോക്കാം. ഓൺലി 1, ഓൺലി 2, ബോത്ത് 1 and 2, either 1 or 2. എന്താണ് ആൻസർ? എന്താണ്? ബോത്ത് 1 and 2. രണ്ടും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ്, കൺസിഡർ ദ ഐറ്റംസ് ഗിവൺ ഇൻ ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 ആൻഡ് ഫൈൻഡ് ദ കറക്റ്റ് മാച്ച്. ലിസ്റ്റ് 1ലും ലിസ്റ്റ് 2ലും തന്നിട്ടുള്ള ഇത് നോക്കുക, അതിൻ്റെ കറക്റ്റ് മാച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ലിസ്റ്റ് 1ൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് പറയുന്നത്, ലിസ്റ്റ് 2ൽ ആർട്ടിക്കിൾസ് ആണ് പറയുന്നത്. ലിസ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ്? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. 4 റൈറ്റ്സ് ആണ് പറയുന്നത്. 5 ഓപ്ഷൻസ്, ആർട്ടിക്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. കോഡാണ് തന്നിട്ടുള്ളത്. ഓരോ കോഡുകൾ നോക്കിയിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കുറച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. A3, B4, C1, D5 എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് പിക്ക് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്താണ്? 23, 23 ആണ്. ആർട്ടിക്കിൾ 23, 23 ആണ്. A2 ആണ്. റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്നത് 14, 18 ആണ്. റൈറ്റ് ഈക്വാലിറ്റി 14, 18 ആണ്. B4 ആണ്. ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് 25, 28 ആണ്. 25, 28 ആണ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? 29, 30 ആണ്. അപ്പോൾ A2, B 14 and 18 ആണ്. 4 and C റൈറ്റ് ഫ്രീഡം ഓഫ് എഡ്യൂക്കേഷൻ 25 and 28 ആണ്. 1 ആണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. അതുള്ളത് ഏത് ഓപ്ഷനാണ്? ഏത് കോഡാണ്? D ആണ് ആ കോഡിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ D ആണ് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ആർട്ടിക്കിൾസ് പഠിച്ചു വെക്കണം. ആർട്ടിക്കിൾസ് വരാറുണ്ട്. ആർട്ടിക്കിൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് തിങ്ക് ടാങ്ക് ഓഫ് ഗവൺമെൻറ്? ഗവൺമെൻറ്റിൻ്റെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത് എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. നീതി ആയോഗ്, CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഫിനാൻസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ. തിങ്ക് ടാങ്ക്, ആദ്യം നമുക്ക് ആ വേർഡ് മീനിങ് അറിയണം. തിങ്ക് ടാങ്ക് എന്താണെന്ന് അറിയണം, എന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിന് എക്കണോമിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്തും അതിന് ഒരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഐഡിയ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏജൻസി ആണ്, അല്ലെങ്കിൽ അതിനെയാണ് തിങ്ക് ടാങ്ക് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുള്ള കമ്മീഷനാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്തെന്ന് പറയുന്നത്. ഏതാണ്? നീതി ആയോഗാണ്. നീതി ആയോഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്ലിയർ ആയെന്നിരിക്കുന്നു തിങ്ക് ടാങ്ക് എന്താണെന്ന്. അത് നീതി ആയോഗാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ്, ടു ഇംപ്രൂവ് ആക്സസ് ആൻഡ് ക്വാളിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ദ നോളജ് കമ്മീഷൻ റെക്കമെൻഡേഷൻ ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? നോളജ് കമ്മീഷൻ 2005 മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ് നോളജ് കമ്മീഷൻ വന്നിട്ടുള്ളത്. അവരുടെ റെക്കമെൻഡേഷനിൽ ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ റെക്കമെൻഡേഷനിൽ ഉണ്ടായതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, യൂസ് ഓഫ് ICT ഫോർ പ്രൊഡക്ഷൻ ഓഫ് നോളജ്, ക്ലോഷർ ഓഫ് നോൺ പെർഫോമിംഗ്
universities in the country, establishment of network of institution of higher learning, increase in enrollment of student in the institution of higher learning. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് നോക്കാം. ഒന്നിൽ കൂടുതൽ റെക്കമെൻഡേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻസ് നോക്കാം. ഓൺലി 1, ഫസ്റ്റ് ഓപ്ഷൻ ഓൺലി 1, 3 and 4, ഓൺലി 1, 2 and 3, ഓൺലി 1, 2, 3 and 4 എല്ലാം വരുന്നുണ്ട്. ആൻഡ് ഓൺലി 1, 2 and 4. ഏതാണ് ഇതിൽ വരാൻ സാധ്യത ഇല്ലാത്തത്? ഏതായിരിക്കും? ക്ലോഷർ ഓഫ് നോൺ പെർഫോമിംഗ് യൂണിവേഴ്സിറ്റീസ് ഇൻ ദ കൺട്രി ആണ് വരാൻ സാധ്യത ഇല്ലാത്തത്. അത് തന്നെയാണ് ആൻസർ. എ എന്താണ്? ഓൺലി 1, 3 and 4. 1, 3 and 4 അല്ലാത്ത മറ്റേതാണ് എന്ത് റോങ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ക്ലിയർ ആണല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10. Which of the following states is going to have India's first national rail and transportation university? ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ യൂണിവേഴ്സിറ്റി ആവുന്ന സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദ്യം. എന്താണ് നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ യൂണിവേഴ്സിറ്റി? നമ്മൾ പല ഗ്രാജുവേഷൻ കോഴ്സുകളും കേട്ടിട്ടുണ്ട്. BCom, MCom അങ്ങനത്തെ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിലുള്ള കോഴ്സ് എന്താണെന്ന് വെച്ചാൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അവരുടെ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ഒരു എക്കണോമിക് ഒരു രീതിയിലേക്ക് മാറ്റിയിട്ടാണ് അത് പഠിക്കാൻ വേണ്ടിയിട്ടാക്കുന്നത്. അത് 2018 നരേന്ദ്രമോദിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഒരു പുതിയൊരു ബ്രാഞ്ച് തന്നെ തുടങ്ങിയിട്ടുള്ളത്. നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ളത്. എവിടെയാണ് അത് തുടങ്ങിയിട്ടുള്ളത്? ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, ഗുജറാത്ത്. ഗസ് ചെയ്യാം എവിടെയാണ്? പഠിത്തം വന്നതാണ് ഗുജറാത്തിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, 2018 വന്നതാണ്. ഇനി കമ്മിങ് ഇയേഴ്സിൽ എവിടെയെങ്കിലും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 11 ആണ്. കോത്താരി കമ്മീഷൻസ് റിപ്പോർട്ട് വാസ് എൻടൈറ്റിൽഡ് ഓൺ. ഒരുപാട് കമ്മീഷനുകളുണ്ട്. നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കമ്മീഷനുകളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. കോത്താരി കമ്മീഷൻ്റെ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളാണ് നോക്കാം. എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ്, ലേണിംഗ് ടു ബി അഡ്വഞ്ചർ, ഡൈവേഴ്സിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ ഇൻ ഡെമോക്രസി. ഏതാണ് റൈറ്റ് ആൻസർ? കോത്താരി കമ്മീഷൻ്റെ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു ഇത് പേര് പറയുമ്പോൾ തന്നെ പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. സോ അതാണ് റൈറ്റ് ആൻസർ. എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൗൺസിൽ ഹാസ് ബീൻ ഡിസ്ബാൻഡഡ് ഇൻ 2013? 2013 ഡിസ്ബാൻഡ് ചെയ്തിട്ടുള്ള കൗൺസിൽ ഏതാണെന്നാണ്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് കൗൺസിലുകളുണ്ട്. അതിൽ ഏത് കൗൺസിലാണ് 2013 ഡിസ്ബാൻഡ് ചെയ്തത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ DCE, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCTE, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് NCERT, നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ NAAC. ഈ ഇത്രയും എന്താണ് ഓൾറെഡി ഇപ്പം നിലവിലുള്ളത് ഏതൊക്കെയാണ് നമുക്ക് അറിയുന്നതാണ്. NAAC നിലവിലുണ്ട്, NCERT നിലവിലുണ്ട്, NCTE നിലവിലുണ്ട്. അപ്പോൾ ഏതാണ്? DEC ആണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിലാണ് ഡിസ്ബാൻഡ് ചെയ്തത് 2013. അതിന് പകരം എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ എന്ന് പറഞ്ഞ പുതിയ കൗൺസിൽ വന്നിട്ടുമുണ്ട്. ഈ DECൻ്റെ എല്ലാ ചുമതലകളും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ കൗൺസിൽ ഫോർ വുമൻസ് എഡ്യൂക്കേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. എന്നാണ് നാഷണൽ കൗൺസിൽ ഫോർ വുമൻ എഡ്യൂക്കേഷൻ വന്നിട്ടുള്ളത്? 1958, 1976, 1989, 2000. ഏതാണ്? കുറച്ച് നോക്കി വെക്കാം. ഏതാണ്? 1958 ഫസ്റ്റ് ഓപ്ഷനാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ആണ്. അക്കോർഡിംഗ് ടു രാധാകൃഷ്ണൻ കമ്മീഷൻ. ഞാൻ പറഞ്ഞു ഒരുപാട് കമ്മീഷനുകൾ ഉണ്ടെന്നുള്ള. അതിൽ കോത്താരി ഒന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, രാധാകൃഷ്ണനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. അക്കോർഡിംഗ് ടു രാധാകൃഷ്ണൻ കമ്മീഷൻ ദ എയിം ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഈസ് എന്താണ്? ടു ഡെവലപ്പ് the democratic values, peace and harmony. First option. Second option, to develop great personalities who can give their contribution in politics, administration, industry and commerce. Third option, both A and C, none of these. Third one. ഏതാണ് ആൻസർ? ബോത്ത് A and C രണ്ടും എന്താണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ഹയർ എഡ്യൂക്കേഷൻ്റെ എയിമായിട്ട് പറയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. NAAC is an autonomous institution under the aegis of. NAAC എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ICSSR ആണോ, CSIR ആണോ,
AICTE ആണോ UGC ആണോ? നാക്ക് എന്ന് പറയുന്നത് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലാണ്. നാക്കിൻ്റെ ഗ്രേഡ് കിട്ടിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞിട്ടുമുണ്ട്. ഏതാണ് നാക്ക്? എന്തിൻ്റെ ആണ്? UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ AG ആയിട്ട്, ഓട്ടോണമസ് ബോഡി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് നാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെറ്റ്വർക്കിംഗ് ഓഫ് ലൈബ്രറീസ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ ഈസ് നോൺ ആസ്. ഇലക്ട്രോണിക് മീഡിയ വഴി ലൈബ്രറീസിൻ്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതിനെ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ്? ഇൻഫ്ലിപ്പ് നെറ്റ്, ലിബിൻ നെറ്റ്, ഇൻ്റർനെറ്റ്, HTML. നമുക്കിതിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് നമുക്ക് ആദ്യം ഒഴിവാക്കാം. HTML അല്ല, ഇൻ്റർനെറ്റ് അല്ല, പിന്നെ ഇൻഫ്ലിപ്പ് നെറ്റും ലിബിൻ നെറ്റും ആണ് നമുക്കൊരു ഡൗട്ട് വരാൻ സാധ്യത ഉള്ളത്. അതിൽ ഇൻഫ്ലിപ്പ് നെറ്റാണ് കറക്റ്റായിട്ടുള്ള ആൻസറും. ഇൻഫ്ലിപ്പ് നെറ്റ് തുടങ്ങിയിട്ടുള്ളത് 1991 അതിനെ UGC സെൻറ്റർ ആക്കിയത് 1996. അതൊരു ഇൻഫ്ലിപ്പ് നെറ്റിൻ്റെ ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഒരു വെർച്വൽ ആയിട്ടുള്ളൊരു നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ ആൻഡ് റിസോഴ്സസ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി വന്നിട്ടുള്ളതാണ് ഇൻഫ്ലിപ്പ് നെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എവിടെ ഇരുന്നുകൊണ്ടും രാജ്യത്തുള്ള എല്ലാ ലൈബ്രറീസിലെയും നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടും റിസോഴ്സ് പേഴ്സണെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയുള്ളൊരു ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻഫ്ലിപ്പ് നെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, let's move to next question. Which of the following is not a fundamental right? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ നമുക്കറിയാം. ഇതിൽ താഴെ പറയുന്നതിൽ ഏതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ഓഫ് ഫ്രീ കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അപ് ടു ദ ഏജ് ഓഫ് 14. റൈറ്റ് ടു ഈക്വാലിറ്റി അതെന്തായാലും ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, പിന്നെ ഓൾ ഓഫ് ദീസ് ഉണ്ട്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അതും ഫണ്ടമെൻ്റൽ റൈറ്റ് തന്നെയാണ്. ഏതാണപ്പോൾ? റൈറ്റ് ഓഫ് ഫ്രീ കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അപ് ടു ദ ഏജ് ഓഫ് 14. എന്താണ്? അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. ഓക്കെ, അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് റീജിയണൽ ഓഫീസസ് ഓഫ് നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷന് 4 സെൻറ്ററുകളുണ്ട്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കണം. അതിൽ ഇതിൻ്റെ നമ്പറാണ് ചോദിക്കുന്നത്. ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് റീജിയണൽ ഓഫീസസ് എന്നുള്ളതാണ്. എത്ര ഓഫീസസ് ഉണ്ട്? 4 ഓഫീസസ് ആണുള്ളത്. ആൻസർ ഓപ്ഷൻ വായിക്കാതെ തന്നെ 4 ആണുള്ളത്. 4, 5, 6, 8 എന്നുള്ളതുണ്ട്. ഏതൊക്കെയാണുള്ളതെന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who has signed the MOU for accreditation of teacher education institution in India? MOU എന്ന് പറഞ്ഞിട്ട് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ്. അതായത് ഒരു 2 പേര് തമ്മിലുള്ളൊരു എഗ്രിമെൻ്റ് ആണ്. 2 പേരും 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള എഗ്രിമെൻറ്റിനാണ് MOU എന്ന് പറയുന്നത്. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും. ഏതൊക്കെയാണ്? ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആരാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. നാക്ക്, UGC, NCTE and NAC, UGC and NCTE, NCTE and IGNOU. ഏതാണ്? ആദ്യം നമുക്ക് ഒഴിവാക്കാവുന്ന ഓപ്ഷൻസ് ഒക്കെ നോക്കണം, എന്നിട്ടാണ് നമ്മൾ കറക്റ്റ് ആൻസറിലേക്ക് എത്തേണ്ടത്. ആൻസർ പറയാം, NCTE ആൻഡ് NAC. NCTEയും NACുമാണ്. NCTE എന്ന് പറഞ്ഞാൽ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്താണ്, വീഡിയോൻ്റെ എൻഡിലേക്ക് എത്താണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മിനിസ്റ്ററി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് MHRD ഇൻക്ലൂഡ്സ്. MHRDയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. ഓൾ ഓഫ് ദീസ്. ഏതാണ്? MHRDനെ പറ്റിയൊക്കെ കൂടുതൽ പഠിക്കേണ്ടതാണ്. ഓപ്ഷൻ D ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ PDF നമ്മുടെ ചാനലിൽ നിങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എല്ലാ PDFും ആ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. കൊമേഴ്സ് നോളജ് J7 എന്നുള്ളതാണ് ഗ്രൂപ്പ്. അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു ഓപ്പൺ ഗ്രൂപ്പാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് നമ്മൾ ഇനിയും സീരീസ് ഉണ്ട്. 20 ഡേ ക്രാഷ് കോഴ്സാണ്. ഇനിയും സീരീസസ് ഉണ്ടാകും, കാണുക. കൊറോണ ടൈമാണ്, നമുക്ക് വീട്ടിൽ നിന്ന് എക്സാം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കൂടിയാണിത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.